ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ നോമ്പിൻ്റെ 24-ാം ദിവസം സഭ നൽകിയിരിക്കുന്ന ചിന്താവിഷയം പുറപ്പാടിൻ്റെ നൊമ്പരങ്ങൾ. ഹോറേബിൽ എത്തിച്ചേരുന്ന മോശ ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്ന് ദൈവസാന്നിധ്യത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കത്തിജ്വലിക്കുന്ന മുൾപ്പടർപ്പിലും ദൈവിക സാന്നിധ്യം തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് മോശയുടേത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ അനുദിന ജീവിത അനുഭവങ്ങളിൽ കൂടെയായിരിക്കുന്ന ഒരു ദൈവസാന്നിധ്യം നമുക്കും തിരിച്ചറിയാനായിട്ട് സാധ്യമാകണം. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്നതാണ്. ഇവിടെ ലഭിക്കുന്ന ഒന്നാമത്തെ ധ്യാനം ദൈവം ലോകത്തെ മുഴുവനും സ്നേഹിക്കുന്നു എന്നതാണ്. യഹൂദരെയോ ഒരു പ്രത്യേക വിഭാഗത്തെയോ മാത്രമല്ല, പിന്നെയോ എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നതാണ്. രക്ഷയുടെ സാർവത്രികമായ ഒരു മാനം യോഹന്നാൻ അവതരിപ്പിക്കുകയാണ്. ഇത് നിലവിലുണ്ടായിരുന്ന യഹൂദൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായിരുന്നു. ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം നമ്മെ എല്ലാവരെയും അധികമായി സ്നേഹിച്ചു എന്നത് പ്രസ്താവ്യമത്രേ. രണ്ടാമതായി നമുക്ക് ലഭിക്കുന്ന ധ്യാനം ദൈവം തൻ്റെ പുത്രനെ അയച്ചത് നമ്മെ വിധിക്കുവാനല്ല, പിന്നെയോ നമ്മെ രക്ഷിക്കുവാനാണ്. അവനിൽ വിശ്വസിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടുന്ന പ്രധാന കർത്തവ്യം. വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, പിന്നെയോ അവന് രക്ഷയാണ് ലഭിക്കുന്നത്. വിശ്വസിക്കാത്തവന് ന്യായവിധി സുനിശ്ചിതമാണ് എന്നത് വിസ്മരിക്കരുത്. ഈ നോമ്പിൻ്റെ ദിനങ്ങളിൽ കർത്താവിനോടുള്ള വിശ്വാസം, വ്യവസ്ഥ കൂടാത്ത വിശ്വാസം രൂപപ്പെടുത്തുവാൻ നമുക്കിടയാകണം. അപ്പോഴാണ് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുന്നത്. മൂന്നാമതായി, വെളിച്ചത്തെ സ്നേഹിക്കുന്നവരാകണം നമ്മൾ. വെളിച്ചത്തിൽ വസിക്കുന്നവരാകണം. തിന്മ പ്രവർത്തിക്കുന്നവർ വെളിച്ചത്തെ പകയ്ക്കുന്നു എന്ന് 20-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെളിച്ചം എന്താണ് എന്ന് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം അത് കർത്താവ് യേശുമിശിഹ തന്നെയാണ്. നാം കർത്താവിനെ സ്നേഹിക്കുന്നവരും അവനിൽ വസിക്കുന്നവരും ആയിത്തീരുവാൻ ഇടയാകണം. ഈ നോമ്പിൻ്റെ ദിനങ്ങൾ അതിനായി നമ്മെ പാകപ്പെടുത്തുന്ന ദിനങ്ങളാകട്ടെ. വ്യവസ്ഥ കൂടാതെ കർത്താവിൽ വിശ്വസിക്കുവാൻ, അവനിൽ വസിക്കുവാൻ, എല്ലാറ്റിലുമുപരി അവനെ സ്നേഹിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ പുണ്യദിനങ്ങളെ നമ്മെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവമായ കർത്താവെ, നീ ഞങ്ങളെ സ്നേഹിച്ചതുപോലെ നിന്നെ സ്നേഹിക്കുവാൻ, നിന്നിൽ വസിക്കുവാൻ, നിന്നിൽ വിശ്വസിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.